ഒരു നുണയോ കെട്ടിച്ചമച്ച ഒരു വീഡിയോയോ ഒരു വ്യാജ ആരോപണമോ മതി നിങ്ങളെ ലോകത്തിനു മുന്നിൽ ഒരു കുറ്റവാളിയാക്കാൻ. ആ നിമിഷം നമുക്ക് തോന്നും എല്ലാം അവസാനിച്ചുവെന്ന്. പക്ഷേ ശരിക്കും അവിടെയാണോ എല്ലാം അവസാനിക്കേണ്ടത്? നമ്മൾ ഓരോരുത്തരും വിയർപ്പൊഴുക്കി പടുത്തുയർത്തുന്ന ഒന്നാണ് നമ്മുടെ സ്വഭാവവും ആത്മാഭിമാനവും. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലത്ത് നിങ്ങളെ ഒരു കുറ്റവാളിയാക്കാൻ വലിയ തെളിവുകളൊന്നും വേണ്ട. ആരുടെയെങ്കിലും ഒരു ആരോപണം, എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ, അല്ലെങ്കിൽ ഒരു നിമിഷത്തെ തെറ്റിദ്ധാരണ മതിയാകും നിങ്ങളെ ലോകത്തിനു മുന്നിൽ നഗ്നനാക്കാൻ. ഫോൺ തുറന്നാൽ കാണുന്ന അസഭ്യവർഷങ്ങൾ, നാട്ടുകാരുടെ കുത്തുവാക്കുകൾ, വീട്ടുകാരുടെ സംശയദൃഷ്ടികൾ. ഒരുപക്ഷെ നിങ്ങൾ തെറ്റുകാരനല്ലായിരിക്കാം, പക്ഷെ ആര് കേൾക്കാൻ? ആ നിമിഷം മനസ്സിനുള്ളിൽ ഒരു മരവിപ്പ് പടരും, ശ്വാസം മുട്ടുന്നത് പോലെ തോന്നും. ഇനി ആരെയും അഭിമുഖീകരിക്കാൻ വയ്യ, എല്ലാവരും എന്നെ വെറുക്കുന്നു എന്ന ചിന്തകൾ നിങ്ങളെ ആത്മഹത്യ എന്ന കുരുക്കിലേക്ക് നയിക്കാം. ലോകം മുഴുവൻ നിങ്ങൾക്കെതിരെയാണെന്ന് തോന്നുമ്പോൾ ആ ഒരു മുഴം കയറിലോ കുറച്ച് വിഷാംശത്തിലോ സമാധാനം കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം. എന്നാൽ ഒന്ന് നിർത്തൂ, ശരിക്കും മരണം ഒരു പരിഹാരമാണോ? നിങ്ങളില്ലാതാകുന്നതോടെ ആ ആരോപണം ശരിയാണെന്ന് നിങ്ങൾ സമ്മതിക്കുകയല്ലേ ചെയ്യുന്നത്? നിങ്ങൾ നിരപരാധിയാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ പിന്നെ ആരുണ്ടാകും? നിങ്ങളുടെ ശവമഞ്ചത്തിനു മുന്നിൽ നിന്ന് ആ നുണ പറഞ്ഞവർ ചിരിക്കണോ, അതോ നിങ്ങൾ ജീവിച്ചു കാണിക്കണോ? നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ലോകം 2 ദിവസം നിങ്ങളെക്കുറിച്ച് സംസാരിക്കും. 3-ാം ദിവസം അവർ അടുത്ത വിഷയത്തിലേക്ക് പോകും. പക്ഷേ നിങ്ങളെ സ്നേഹിക്കുന്നവർ, നിങ്ങളുടെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, അവർക്ക് ആ വേദന മാറ്റാൻ ആർക്കെങ്കിലും കഴിയുമോ? അവരുടെ ബാക്കി ജീവിതം മുഴുവൻ ഒരു കുറ്റബോധമായി നിങ്ങൾ മാറും. എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ തെറ്റുകാരനായിരുന്നോ എന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ കഴിയാതെ അവർ നീറി നീറി ജീവിക്കേണ്ടി വരും. നിങ്ങൾ അനുഭവിക്കുന്ന അപമാനം താൽക്കാലികമാണ്, പക്ഷേ മരണം നൽകുന്ന വേദന ശാശ്വതമാണ്. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, പ്രപഞ്ചം നിങ്ങൾക്ക് നൽകിയ ഈ ജീവനു വേണ്ടി നിങ്ങൾ പോരാടിയേ പറ്റൂ. തകർന്നു പോകാൻ എളുപ്പമാണ് സുഹൃത്തെ, പക്ഷെ ജീവിച്ച് കാണിക്കാനാണ് ശരിക്കും ധൈര്യം വേണ്ടത്. നിങ്ങൾ നിരപരാധിയാണെങ്കിൽ ആ സത്യം ഈ ലോകത്തിനു മുന്നിൽ കൊണ്ടുവരാൻ നിങ്ങൾ ജീവിച്ചിരിക്കണം. ജീവനോളം വലിയൊരു മറുപടി വേറെയില്ല. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന അപമാനം നാളെ നിങ്ങളുടെ വിജയത്തിന്റെ കഥയാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കണം. കാലം എല്ലാ മുറിവുകളും ഉണക്കും, എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരും. ആ ഒരു ദിവസത്തിനു വേണ്ടി കാത്തിരിക്കാനുള്ള ക്ഷമയാണ് നിങ്ങളുടെ യഥാർത്ഥ കരുത്ത്. നിങ്ങളുടെ ജീവിതം വിലപ്പെട്ടതാണ്. അതൊരു വീഡിയോയിലോ കുറച്ച് കമന്റുകളിലോ ഒതുങ്ങുന്നതല്ല. തളരാതെ മുന്നോട്ടു പോകുക. ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കരുത്. പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിടൂ.